Good morning. Today we are going to discuss about remote sensing. Remote sensing is a technique used to gather information about the Earth's surface and its surroundings from a distance, typically from aircraft or satellites. It involves a collection of data about objects, phenomena, or areas without physical contact. Remote sensing provides valuable information for a wide range of applications, including environmental monitoring, agriculture, urban planning, disaster management, and natural resource management. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞ ടെക്നിക്ക് എർത്തിൻ്റെ സർഫസിനെ പറ്റിയും അതിൻ്റെ സറൗണ്ടിങ്സിനെ പറ്റിയും ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അതിൽ സാധാരണയായിട്ട് നമ്മൾ എയർക്രാഫ്റ്റുകളോ സാറ്റലൈറ്റുകളോ ആണ് യൂസ് ചെയ്യാറുള്ളത്. അതിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാറുണ്ട്. അത് ഒബ്ജക്ട്സിനെ പറ്റിയുള്ള ഡാറ്റ ആയിരിക്കാം, ഫിനോമിനെ പറ്റിയുള്ള ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏരിയനെ പറ്റിയുള്ള ഒരു ഡാറ്റ ആയിരിക്കാം, ബട്ട് വിത്തൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്ട്. റിമോട്ട് സെൻസിങ് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള വാല്യുബിൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാറുണ്ട്. That includes environmental monitoring, agriculture, urban planning, disaster management, and natural resource management. Now coming on to the data acquisition techniques in remote sensing. First is the satellite imagery. Satellites equipped with various sensors such as optical, infrared, radar, and multispectral capture images and data from space. റിമോട്ട് സെൻസിങ്ങിന് നമ്മൾ പല ഡാറ്റ അക്വിസിഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡാറ്റ അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡ്സാണ് റിമോട്ട് സെൻസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിനകത്ത് ഫസ്റ്റാണ് സാറ്റലൈറ്റ് ഇമേജറി. സാറ്റലൈറ്റ് ഇമേജറിയിൽ നമ്മൾ സെൻസേഴ്സാണ് യൂസ് ചെയ്യാറ്. സാറ്റലൈറ്റ്സ് എക്യുപ്ഡ് സെൻസേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് ഒപ്റ്റിക്കൽ, ഇൻഫ്രാറെഡ്, റഡാർ അല്ലെങ്കിൽ മൾട്ടി സ്പെക്ട്രൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ടു ക്യാപ്ചർ ഇമേജസ് ആൻഡ് ഡാറ്റ ഫ്രം സ്പേസ്. നെക്സ്റ്റ് ഇസ് ഏരിയൽ ഫോട്ടോഗ്രാഫി. Aircraft equipped with cameras or specialized sensors capture high-resolution images of the Earth's surface. എയർക്രാഫ്റ്റുകൾ എക്യുപ്പ് ചെയ്തേക്കുന്ന ക്യാമറാസോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് സെൻസേഴ്സോ ഉള്ള എയർക്രാഫ്റ്റുകൾ വെച്ച് നമ്മൾ ഹൈ റെസൊല്യൂഷൻ ഇമേജസ്, എർത്തിൻ്റെ സർഫസിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് എടുക്കാറുണ്ട്. നെക്സ്റ്റ് ടെക്നിക്കാണ് ലിഡാർ. ലിഡാർ സിസ്റ്റം എമിറ്റ്സ് ലേസർ പൾസസ് ആൻഡ് മെഷർ ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ ദ ലൈറ്റ് ടു ബൗൺസ് ബാക്ക് ആഫ്റ്റർ ഹിറ്റിംഗ് എ സർഫസ്. ലിഡാർ സിസ്റ്റത്തിനാണ് നമ്മൾ എമിറ്റ് ചെയ്യുന്ന ലേസർ പൾസസ് ആണ്. ലേസർ പൾസസ് ഒരു മെറ്റീരിയലിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ബൗൺസ് ചെയ്ത് വരാനെടുക്കുന്ന ടൈം അനുസരിച്ചാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് എ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ്. ഹൈപ്പർ സ്പെക്ട്രൽ സെൻസേഴ്സ് ക്യാപ്ചർ data in hundreds of narrow contiguous spectral bands, allowing for detailed analysis of materials and substances on the Earth's surface. ഹൈപ്പർസ്പെക്ട്രൽ സെൻസേഴ്സ് സാധാരണയായിട്ട് വളരെയധികം നാരോ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പെക്ട്രൽ ബാൻഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവഴി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് മെറ്റീരിയൽസിൻ്റെയോ സബ്സ്റ്റൻസസിൻ്റെയോ എർത്തിൻ്റെ സർഫസിലുള്ള മെറ്റീരിയൽസിൻ്റെയോ സബ്സ്റ്റൻസസിൻ്റെയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇസ് എ റഡാർ. റഡാർ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു ടേമാണ് റഡാർ. റഡാർ സെൻസേഴ്സ് എമിറ്റ് മൈക്രോവേവ് സിഗ്നൽസ് ആൻഡ് മെഷർ ദ റിഫ്ലക്ഷൻസ് ടു ക്രിയേറ്റ് ഇമേജസ്. റഡാർ സെൻസേഴ്സ് സാധാരണയായിട്ട് മൈക്രോവേവ് സിഗ്നൽസ് ആണ് എമിറ്റ് ചെയ്യാറുള്ളത്. അതിൽ നിന്നുള്ള റിഫ്ലക്ഷൻസ് വെച്ചാണ് അത് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ടെക്നിക്കാണ് തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ്. തെർമൽ സെൻസേഴ്സ് ക്യാപ്ചർ ദ ഹീറ്റ് റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ഒബ്ജക്ട്സ്. തെർമൽ ആ പേരിൽ തന്നെയാണല്ലേ, ഹീറ്റ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന വെച്ച് നമ്മൾ ആ ഒബ്ജക്റ്റിനെ സെൻസ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് നമ്മൾ തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS എന്ന് നമ്മൾ പറയുന്ന ടേം. GPS ടെക്നോളജി ഈസ് ഓഫൺ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു റിമോട്ട് സെൻസിങ് എക്യുപ്മെൻറ്റ് ടു precisely determine the location of data acquisition. GPS സിസ്റ്റം സാധാരണയായിട്ട് നമ്മൾ റിമോട്ട് സെൻസിങ് എക്യുപ്മെൻറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് യൂസ് ചെയ്യാറുള്ളത് ടു ഡിറ്റർമൈൻ the precise location of data acquisition. നെക്സ്റ്റ് ആണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. UAV എന്ന് നമ്മൾ വിളിക്കുന്ന സാധനമാണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. UAVs equipped with various sensors can provide data at lower altitudes and provide high resolution imagery
for specific applications such as precision agriculture, wildlife monitoring, and disaster assessment. UAV equipped with various sensors, UAV various സെൻസേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ എക്യുപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. ലോവർ ആൾട്ടിറ്റ്യൂഡ്സിനെ പറ്റും, അതുപോലെ ഹൈ റെസൊല്യൂഷൻ ഇമേജറി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് UAVs യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് പ്രിസിഷൻ അഗ്രികൾച്ചർ, വൈൽഡ് ലൈഫ് മോണിറ്ററിങ്, അതുപോലെ ഡിസാസ്റ്റർ അസസ്മെൻ്റ് ഒക്കെ നടത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് ഗ്രൗണ്ട് ബേസ്ഡ് സെൻസേഴ്സ്. In some cases, data collection is carried out from ground-based sensors that measure parameters like weather, soil moisture, air quality and other environmental variables. ചില കേസസിനകത്ത് ഡാറ്റ കളക്ഷൻ നടത്തുന്നത് ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ് വെച്ചിട്ടാണ്. അത് മെഷർ ചെയ്യുന്നത് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള വെതർ, സോയിലിൻ്റെ മോയ്സ്ചർ, എയർ ക്വാളിറ്റി, അതുപോലെ പല എൻവയോൺമെൻറ്റൽ വേരിയബിൾസുമായിരിക്കും. Next, coming on to the applications of remote sensing. First, environmental monitoring and management. എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിലും മാനേജ്മെൻറ്റും റിമോട്ട് സെൻസിങ്ങിലും എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് നാച്ചുറൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. റിമോട്ട് സെൻസിങ് is used to monitor and assess the impact of natural disasters such as hurricanes, floods, wildfires and earthquakes. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ മോണിറ്റർ ചെയ്യാനും അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഇമ്പാക്റ്റ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലഡ്, വൈൽഡ് ഫയർ, എർത്ത് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യാനും അസസ് ചെയ്യാനും അവരുടെ ഇമ്പാക്റ്റ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ മോണിറ്ററിങ് ഡീഫോറസ്റ്റേഷൻ, ഫോറസ്റ്റ് ഹെൽത്ത് ആൻഡ് ബയോഡൈവേഴ്സിറ്റി അസസ്മെൻറ്റ്. ഡീഫോറസ്റ്റേഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോറസ്റ്റിൻ്റെ ഹെൽത്ത് എന്താണെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ബയോഡൈവേഴ്സിറ്റിയുടെ അസസ്മെൻറ്റിനൊക്കെ നമുക്ക് ഫോറസ്റ്റ് മാനേജ്മെൻറ്റിലും റിമോട്ട് സെൻസിങ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് വാട്ടർ റിസോഴ്സസ് മാനേജ്മെൻറ്റ്. റിമോട്ട് സെൻസിങ് ഇസ് യൂസ് ടു മോണിറ്റർ വാട്ടർ ക്വാളിറ്റി, ഡിറ്റക്ട് വാട്ടർ പൊല്യൂഷൻ ആൻഡ് മാനേജ് വാട്ടർ റിസോഴ്സസ് ലൈക്ക് ലേക്സ്, റിവേഴ്സ് ആൻഡ് റിസർവോയേഴ്സ്. റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് നമുക്ക് വാട്ടർ ക്വാളിറ്റി മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും, വാട്ടർ പൊല്യൂഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ വാട്ടർ റിസോഴ്സസ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലാൻഡ് യൂസ് ആൻഡ് ലാൻഡ് കവർ മാപ്പിംഗ്. ഇറ്റ് ഈസ് യൂസ് ഫോർ മാപ്പിംഗ് urban sprawl, agricultural changes and changes in land cover for better land management. ലാൻഡ് എന്തോരം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ലാൻഡ് കവർ എന്തോരം ഉണ്ടെന്ന് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അഗ്രികൾച്ചറൽ ചേഞ്ചസ് എന്തോരം ഉണ്ടെന്ന് മോണിറ്റർ ചെയ്യാൻ, അതുപോലെ ലാൻഡ് കവറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നതെന്നൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് അഗ്രികൾച്ചർ ആൻഡ് ക്രോപ്പ് മോണിറ്ററിങ്. അഗ്രികൾച്ചർ ആൻഡ് ക്രോപ്പ് മോണിറ്ററിങ്ങിന് നമ്മൾ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാറുണ്ട്. ക്രോപ്പ് ഹെൽത്ത് അസസ്മെൻറ്റ്. റിമോട്ട് സെൻസിങ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഡാറ്റ ഫോർ മോണിറ്ററിങ് ക്രോപ്പ് ഹെൽത്ത്, ഐഡൻറ്റിഫൈയിങ് ഡിസീസസ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഇറിഗേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. ക്രോപ്പ് ഹെൽത്തിൻ്റെ അസസ്മെൻറ്റിന്, ക്രോപ്പിൻ്റെ ഹെൽത്ത് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഡാറ്റ റിഗാർഡിങ് ദ ക്രോപ്പ് ഹെൽത്ത്, ഫോർ ഐഡൻറ്റിഫൈയിങ് ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രോപ്പ് ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇറിഗേഷനും ഫെർട്ടിലൈസേഷനും ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഫെർട്ടിലൈസേഷനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് പ്രിസിഷൻ അഗ്രികൾച്ചർ. ഇറ്റ് എനേബിൾസ് ദ ഫാമേഴ്സ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് റിഗാർഡിംഗ് പ്ലാന്റിംഗ്, ഹാർവെസ്റ്റിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ ടു ഇൻക്രീസ് ക്രോപ്പ് ഈൽഡ് ആൻഡ് റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. പ്രിസിഷൻ അഗ്രികൾച്ചറിനകത്തും നമ്മുടെ റിമോട്ട് സെൻസിങ്ങിന് റോളുണ്ട്. ഫാമേഴ്സിന് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാന്റിങ്ങിനെ പറ്റിയും ഹാർവെസ്റ്റ് എപ്പോഴാണ് എടുക്കുന്നതിനെ പറ്റിയും, റിസോഴ്സസ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ക്രോപ്പ് ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് അർബൻ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. Urban growth analysis. Remote sensing helps to monitor urban expansion, infrastructure development and land use changes in urban areas. റിമോട്ട് സെൻസിങ് വെച്ചിട്ട് നമുക്ക് അർബൻ ഏരിയ എന്തോരം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ എന്തോരം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ലാൻഡ് യൂസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. ഇറ്റ് എയ്ഡ്സ് ഇൻ ട്രാഫിക് മാനേജ്മെൻറ്റ്,
road network planning and the design of public transportation systems. ട്രാഫിക് മാനേജ്മെൻറ്റിന് ഇത് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. റോഡ് നെറ്റ്വർക്ക് പ്ലാനിങ്ങിന് അത് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാൻ നേരത്തും റിമോട്ട് സെൻസിങ്ങിന് റോളുണ്ട്. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. It assists in identifying vulnerable areas and planning for disaster-resistant urban infrastructure. ഡിസാസ്റ്റേഴ്സിന് റിസ്ക് ഉള്ള ഏരിയാസിനകത്ത് എന്തെങ്കിലും നാച്ചുറൽ ഫിനോമിന അല്ലെങ്കിൽ ഫ്ലഡ് അതുപോലെ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് വരാൻ റിസ്ക് ഉള്ള ഏരിയാസിനകത്തേക്ക് ഡിസാസ്റ്റർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അർബൻ പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസാസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ റിമോട്ട് സെൻസിങ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ജിയോളജി ആൻഡ് മൈനിങ്. Mineral exploration. Remote sensing is used to identify potential mineral deposits and geological features, reducing the needs for expensive and time-consuming ground surveys. റിമോട്ട് സെൻസിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മിനറൽ ഡെപ്പോസിറ്റ്സ് എവിടെയൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുവഴി എക്സ്പെൻസീവും ടൈം കൺസ്യൂമിങ്ങും ആയിട്ടുള്ള ഗ്രൗണ്ട് സർവേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് റിമോട്ട് സെൻസിങ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ലാൻഡ്ഫോം ആൻഡ് ടെറൈൻ അനാലിസിസ്. ഇറ്റ് എയ്ഡ്സ് ഇൻ ജിയോളജിക്കൽ മാപ്പിംഗ്, ലാൻഡ് സ്ലൈഡ് മോണിറ്ററിംഗ് ആൻഡ് ലാൻഡ്ഫോം ക്ലാസിഫിക്കേഷൻ. ജിയോളജിക്കൽ മാപ്പിങ്ങിന് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ലാൻഡ് സ്ലൈഡ്സ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ ലാൻഡ് ഫോം ക്ലാസിഫിക്കേഷനും റിമോട്ട് സെൻസിങ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. Now coming on to climate and weather studies. Weather forecasting. Remote sensing data includes satellite imagery and atmospheric measurements contribute to weather prediction models. വെതർ ഫോർകാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വെതർ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് എ ക്ലൈമറ്റ് ചേഞ്ച് മോണിറ്ററിംഗ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാക്കിംഗ് ചേഞ്ചസ് ഇൻ സീ ലെവൽസ്, ഐസ് കവർ ആൻഡ് ടെമ്പറേച്ചർ പാറ്റേൺസ്. സീ ലെവലിലുള്ള എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, ഐസ് കവറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, അതുപോലെ ടെമ്പറേച്ചർ പാറ്റേൺസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ആൻഡ് എക്കോളജി. വൈൽഡ് ലൈഫ് മോണിറ്ററിംഗ്. Remote sensing is employed for wildlife habitat mapping, tracking animal migrations, and studying ecosystem dynamics. റിമോട്ട് സെൻസിങ് വെച്ച് നമുക്ക് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് മാപ്പിംഗ്, വൈൽഡ് ലൈഫിൻ്റെ അല്ലെങ്കിൽ വൈൽഡ് ഏരിയാസിലുള്ള ഓർഗാനിസത്തിൻ്റെ ഹാബിറ്റാറ്റ്സ് എവിടെയൊക്കെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ആനിമൽ മൈഗ്രേഷൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി എക്കോസിസ്റ്റം ഡൈനാമിക്സ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. Protected area management. It assists in monitoring and conserving national parks, wildlife reserves and other protected areas. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിമോട്ട് സെൻസിങ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മോണിറ്റർ ചെയ്യാനും കൺസേർവ് ചെയ്യാനും നാച്ചുറൽ പാർക്സ്, വൈൽഡ് ലൈഫ് റിസർവ്സ് അതുപോലെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെയൊക്കെ മോണിറ്റർ ചെയ്യാനും കൺസേർവ് ചെയ്യാൻ വേണ്ടിയും റിമോട്ട് സെൻസിങ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് യൂട്ടിലിറ്റീസ്. Energy sector. It supports the management of energy resources, including oil and gas exploration and monitoring of power transmission lines. എനർജി റിസോഴ്സസ് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ എനർജി സെക്ടറിൽ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ. ഇറ്റ് എയ്ഡ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ദ പ്ലേസ്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ പ്ലേസ്മെൻറ്റിലും റോള് പ്ലേ ചെയ്യുന്നുണ്ട് റിമോട്ട് സെൻസിങ്. ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, മിലിറ്ററി ഇൻ്റലിജൻസ്. റിമോട്ട് സെൻസിങ് ഇസ് യൂസ് ഫോർ റീകോൺസണൻസ്, സർവെയിലൻസ് ആൻഡ് മോണിറ്ററിംഗ് ഓഫ് മിലിറ്ററി ആക്ടിവിറ്റീസ്. മിലിറ്ററി ആക്ടിവിറ്റീസ് സർവേ ചെയ്യാനും മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മിലിറ്ററി ഇൻ്റലിജൻസിൽ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്. ബോർഡർ സെക്യൂരിറ്റി. ഇറ്റ് ഹെൽപ്സ് ഇൻ മോണിറ്ററിംഗ് ബോർഡർ റീജിയൻസ് ആൻഡ് ഡിറ്റക്ടിംഗ് അൺഓതറൈസ്ഡ് ക്രോസിങ്സ്. ബോർഡർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ടേമിൽ തന്നെയുണ്ടല്ലേ. ബോർഡർ റീജിയൻസ് മോണിറ്ററൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ക്രോസിങ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാറുണ്ട്. ഹെൽത്ത് ആൻഡ് എപ്പിഡമിക് മോണിറ്ററിംഗ്. ഡിസീസ് ഔട്ട്ബ്രേക്ക് ട്രാക്കിംഗ്. റിമോട്ട് സെൻസിങ് വെച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ഓഫ് ഡിസീസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇൻക്ലൂഡിങ് വെക്ടർ ബോൺ ഡിസീസസ് ലൈക്ക് മലേറിയ. വെക്ടർ ബോൺ ഡിസീസായിട്ടുള്ള മലേറിയ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് പറ്റും. Environmental health. It aids in monitoring factors such as air and water quality that impact public health.
എയറിൻ്റെയും വാട്ടർ ക്വാളിറ്റിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. Archaeology and cultural heritage. Remote sensing is used to cover and document archaeological sites, map cultural landscapes and monitor heritage preservation efforts. റിമോട്ട് സെൻസിങ് വഴി നമുക്ക് ഡിസ്കവർ ചെയ്യാനും ഡോക്യുമെൻറ്റ് ചെയ്യാനും ആർക്കിയോളജിക്കൽ സൈറ്റ്സ്, അതുപോലെ കൺസ്ട്രക്ഷൻ എഫേർട്സ്, അതുപോലെ മോണിറ്റർ ചെയ്യാൻ ഹെറിറ്റേജ് പ്രിസർവേഷൻ എഫേർട്സ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ റിമോട്ട് സെൻസിങ് വെച്ച് നമുക്ക് സ്പ്രെഡ് ഓഫ് ഡിസീസസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ എയറിൻ്റെ വാട്ടർ ക്വാളിറ്റിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു.